എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. കഴിഞ്ഞ കുറെ നാളായിട്ട് ഞങ്ങൾ എല്ലാവരും ആശിച്ചൊരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങളുടെ സുട്ടപ്പന്റെ ഷോറൂമുണ്ട്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഈ ഒരു ഔട്ട്ഫിറ്റ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് അടിപൊളിയായിട്ട് വന്നത്. ഞാനും സുട്ടപ്പനും ട്രെൻഡിങ് ആയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 9:30 ആയപ്പോ ഞങ്ങൾ മണ്ണാർശാല അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ചെന്ന ഉടനെ തന്നെ ഞാൻ കുളത്തിൽ പോയി കാലും കൈയൊക്കെ ഒന്ന് കഴുകിയേ. ഞങ്ങളുടെ സുട്ടപ്പൻ ആദ്യമായിട്ട് ചോറിനാൻ പോകുന്നത് മണ്ണാർശാല അമ്പലത്തിൽ നിന്നാണ്. കഴിഞ്ഞ കുറെ നാളായിട്ട് ഞങ്ങൾ കാത്തിരുന്ന ഒരു ദിവസം കൂടി ആയത് കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നേ. മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി നാഗദൈവങ്ങള് കുടികൊള്ളുന്ന ഒരു അമ്പലം കൂടിയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പൂജ ചെയ്യുന്നത് മണ്ണാർശാല അമ്മയാണ്. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒട്ടനവധി ഐശ്വര്യവും അനുഗ്രഹമാണ് കൊടുക്കുന്നത്. ഞാൻ പണ്ടൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളില്ലാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം വെറുതെ അല്ല കേട്ടോ. ഇവിടെ വന്ന് അനുഭവിച്ച് കണ്ട് മനസ്സിലാവും ഇവിടുത്തെ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ വഴിപാടായിട്ടുള്ള പുറ്റും മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ കൊച്ചുചെറുക്കനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണേ നമ്മള്. എന്റെ ചേച്ചി ഇവിടെ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഞങ്ങളുടെ സുട്ടപ്പന് ഇതുപോലുള്ള യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൻ വലിയ മൂശാട്ടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ ദിവസം ഇരുന്നത്. അങ്ങനെ നമ്മൾ സുട്ടപ്പനെ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് നേരെ അമ്പലത്തിനകത്തേക്ക് കയറിയേ. ഞങ്ങൾ ചെന്ന സമയം പൂജയും കാര്യങ്ങളും നടക്കുമായിരുന്നു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചോറൂണ് പരിപാടികളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മള് കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുവന്ന് നടക്കി കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം 3 വലത്ത് വെച്ചിട്ടാണ് ചോറുണ്ണാൻ വേണ്ടി പോകുന്നത്. ഇന്ന് കുറെ കുട്ടികൾക്ക് തുലാഭാരവും ചോറൂണും ഒക്കെ ഉണ്ടായിരുന്നേ. വളരെ തിരക്കുറവായിരുന്നു. അങ്ങനെ ഓവർ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇന്ന്. അതുകൊണ്ട് നന്നായിട്ട് ഭഗവാനെ കണ്ടു തൊഴാൻ പറ്റി. അങ്ങനെ പൂജയൊക്കെ കണ്ടു തൊഴുത് വലമൊക്കെ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചോറൂണ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ എക്സൈറ്റോടെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ സുട്ടപ്പന്റെ ചോറൂണിനെ. അവനെ പോലെ തന്നെ അവന്റെ ചോറൂണിന് ക്യൂരിയോസിറ്റിയും ഹാപ്പിനെസ്സും ഒക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നേ. സുട്ടപ്പനെ കൂടാതെ കുറെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ചോറൂണുണ്ടായിരുന്നേ. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സുട്ടപ്പന്റെ ഇന്ന് മമ്മമ്മ ഉണ്ടാൻ പോവാണ്. എന്റെ സുട്ടപ്പന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവന് ചോറ് കൊടുക്കുന്നത് അവന്റെ അച്ഛനാണ്. ആദ്യം നമ്മള് നീതിച്ച് പായസമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതിനുശേഷം പടച്ചോറും പിന്നെ ഉപ്പും കൂട്ടിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ 3 തവണ കൊടുത്തതിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന എല്ലാവർക്കും കൊടുത്തു തുടങ്ങാവേ. അങ്ങനെ ഞങ്ങളുടെ സുട്ടപ്പൻ വളരെ ഹാപ്പി ആയിട്ട് മമ്മമ്മ കഴിച്ചു. കേസ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും അനുഗ്രഹവും ഞങ്ങളുടെ സുട്ടപ്പന് വേണേ. ആദ്യം അവന്റെ അച്ഛൻ കൊടുത്തതിന് ശേഷം പിന്നീട് അവന്റെ അമ്മയാണ് അവന് ചോറ് കൊടുത്തത്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കൊടുത്തു. ഈ സമയത്ത് ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്ന 2 ആൾക്കാരുണ്ട്, എന്റെ അച്ഛനും വല്യച്ഛനും. ഇന്ന് അവരുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവര് തന്നെ ആയിരിക്കുവേ. പിന്നെ സുട്ടപ്പന്റെ ചെറിയമ്മയായ എന്റെ ടേണായ. സോ ഞാൻ വളരെ ഹാപ്പിയാണ് എന്റെ കുഞ്ഞിന് ഈ ഒരു ആഹാരം വാരി കൊടുത്തപ്പോൾ. അങ്ങനെ പായസവും ചോറും ഉപ്പും കൂട്ടി അവന് ഞാനും കൊടുത്തേ ചോറ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ കുറെ നാളത്തെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അവന് ചോറ് കൊടുക്കുന്ന ഒരു നിമിഷമൊക്കെ. എന്തായാലും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്താൽ എല്ലാം നല്ല രീതിയിലാണ് നടന്നത്. ചോറൂണ് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ചെയ്യാനുള്ള വഴിപാട് തുലാഭാരമാണ്. അവരമ്മയും കുഞ്ഞും കൂടി ചേർന്നിരുന്ന് തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ നമ്മള് അമ്പലത്തിലേക്ക് കയറിയിട്ട് ഇനി നമ്മള് കദളിപ്പഴം കൊണ്ടുള്ള തുലാഭാരമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ കദളിപ്പഴം ഒക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തുലാഭാരത്തിലുള്ള കദളിപ്പഴം എല്ലാം നമ്മൾ വണ്ടിയെടുത്ത് നേരെ കൊണ്ടുവന്ന് അമ്പലത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നാഗരാജാവിന്റെ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് തുലാഭാര ചടങ്ങ് നടക്കാൻ പോകുന്നത്. തുലാഭാരത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല. എന്റെ ചേച്ചി നേർന്നൊരു വഴിപാടായിരുന്നേ. അവളും കുഞ്ഞും കൂടിയുള്ള ഈ കദളിപ്പഴം കൊണ്ടുള്ള തുലാഭാരം. ഇതാണ് ആ ഒരു ചടങ്ങ്. തുലാഭാരം കൂടി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ അമ്മയാണ് അവിടുത്തെ കാണേണ്ടത്. അങ്ങനെ നമ്മള് മണ്ണാർശാല അമ്മയെ പോയി കണ്ടിരുന്നേ. ബ്ലെസ്ഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെയും എല്ലാവരുടെയും കുഞ്ഞിറക്കന്റെയും എല്ലാ ലൈഫില് ഒരു ബെസ്റ്റ് മൊമെന്റ് തന്നെ ആയിരുന്നു ഇത്. മണ്ണാർശാല അമ്പലത്തിൽ വന്നവർക്കറിയാം ചുറ്റിനും ഫുൾ കാവുകളാണ്. നമ്മളുടെ കാലത്ത് ഇന്ന് അന്യം നിന്ന് പോയ പല കാര്യങ്ങളും ഇവിടെ വന്നാൽ കാണാം. ഇത് അവിടുത്തെ ആമക്കുളമാണ്. ഭദ്രകാളി നടയുടെ അടുത്തായിട്ടാണ് ഈ ആമക്കുളം വരുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പുതിയ സെറ്റ് മുണ്ടുമാണ്. ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എടുത്തതാണ്. ഇത് രാവിലെയാണ് ഞാൻ എടുക്കുന്നത് പോലും. ഇതാണ് അവിടുത്തെ അന്നദാന കൗണ്ടർ. ഇവിടെ എന്നും നല്ല അടിപൊളി അന്നദാനം കിട്ടേ. ഇവിടുന്ന് കഴിക്കുന്ന അന്നദാനത്തിന് ഭയങ്കര രുചിയാ. എന്നാൽ കുറച്ച് കറികളെ കാണത്തുള്ളേ, പക്ഷെ അസാധ്യ രുചിയാണ് അവിടുത്തെ കറികൾക്കെല്ലാം. ഇതുവരെ മണ്ണാർശാലയിൽ ദർശനം നടത്താത്തവര് ഒരിക്കലെങ്കിലും നമ്മുടെ മണ്ണാർശാല അമ്പലത്തിൽ ദർശനം നടത്തണേ. പ്രത്യേക
പ്രത്യേക ഒരു വൈബും പോസിറ്റിവിറ്റിയാണ് മണ്ണാർശാല അമ്പലത്തിനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ശുദ്ധവായു കിട്ടുന്നതും ഇവിടെ തന്നെയാണ്, കാരണം ചുറ്റും കാവുകളാൽ ചുറ്റപ്പെട്ടതാണ് മണ്ണാർശാല അമ്പലം. പിന്നെ ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ നിലവറ പായസവും ഉണ്ണിയപ്പവും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ഫാമിലിയിലേക്ക് എല്ലാവർക്കും കൂടി വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പുറത്തെ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയും കടലക്കറിയൊക്കെ ആയിരുന്നേ. അങ്ങനെ ഭംഗിയായിട്ട് സുട്ടപ്പന്റെ ചോറൂണും കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് യാത്രയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.